ഗുഡ് മോർണിംഗ്. ഇന്ന് ഇന്റർനാഷണൽ യോഗ ഡേ. യോഗ എന്ന് പറഞ്ഞത് മൈൻഡിനും ബോഡിക്കുള്ള എക്സസൈസിനെയാണ് നമ്മൾ യോഗ എന്ന് പറയാറ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് യോഗയുടെ കുറച്ച് അഡ്വാൻറ്റേജ്, അതുപോലെ തന്നെ യോഗയുടെ സയൻറ്റിഫിക്കലി പ്രൂവൻ ആയിട്ടുള്ള ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാവരായിട്ടും. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബിൽഡ് സ്ട്രെങ്ത് ആൻഡ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഇംപ്രൂവ് ബാലൻസ്. നമ്മളിപ്പോൾ ചെയ്ത കുറേ എക്സസൈസ് തന്നെ, യോഗയുടെ ആസനം തന്നെ നമ്മൾ കണ്ടു. അത് എത്രത്തോളം ബാലൻസ് നമ്മുടെ ശരീരത്തെ എത്രത്തോളം ബാലൻസ് ചെയ്ത് നിർത്തുന്നു, അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ആക്കാൻ എത്രത്തോളം ആസനങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ മസിൽ ബിൽഡിങ്ങിനും വളരെയധികം ഹെൽപ്ഫുൾ ആണ്. സെക്കൻഡ് വൺ, വെയിറ്റ് ലോസ്. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അമിതവണ്ണവും ശരീരത്തിൽ ഫാറ്റ് ലോസും ഒക്കെ കാരണം തന്നെ നമുക്ക് വെയിറ്റ് ലോസ് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ് എവറിഡേ ലൈഫിൽ. നമ്മുടെ മസിൽസിനെ ചെറുതാക്കാനും അതുപോലെ തന്നെ ഫാറ്റിനെ ബേൺ ചെയ്യാനും ഒരു അവറിലെ ഒരു യോഗ പ്രാക്ടീസും കൊണ്ട് നമുക്ക് സാധിക്കും. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ജോയിൻറ്റ് പെയിൻ, ബാക്ക് പെയിൻ, അതുപോലത്തെ പെയിൻസ് ഉണ്ടല്ലോ നമ്മുടെ ശരീരത്തിലുള്ള ജോയിൻസിന് വരുന്ന വേദനകൾ, അതെല്ലാം യോഗ കൊണ്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ലൂബ്രിക്കേഷൻസ് കൊടുക്കുകയാണ് യോഗ ചെയ്യുന്നതോടുകൂടി ജോയിൻസിനിടയിൽ. അതുവഴി നമുക്ക് പെയിൻസ്, പിന്നെ ബാക്ക് പെയിൻ ആണെങ്കിൽ ബാക്കിലുള്ള മസിൽസ് ടൈറ്റൻ ചെയ്യുന്നു, അപ്പോൾ ബാക്ക് പെയിൻ കുറയുന്നു. ഇനി ഫിഫ്ത്ത് വൺ എന്ന് പറഞ്ഞാൽ ഫോക്കസ് ആൻഡ് കോൺസെൻട്രേഷൻ. ഫോക്കസും കോൺസെൻട്രേഷനും എങ്ങനെയാണ് യോഗയായിട്ട് ബന്ധപ്പെടുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ കേട്ടിട്ട് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ചുറ്റുമുള്ള ഒരു വോയിസ് പോലും കേൾക്കില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൽ അത്രത്തോളം കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. അപ്പോൾ അതുവഴി നമുക്ക് നമ്മുടെ ബുദ്ധി വളരെയധികം ഫോക്കസ് ആവുകയും നമ്മുടെ കോൺസെൻട്രേഷൻ വർദ്ധിക്കുകയും നമ്മുടെ എന്താ പറയുക ബുദ്ധിവികാസം നടത്തുകയും ചെയ്യുന്നു. മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ കുറയുന്നു. ആൻസൈറ്റി, ഡിപ്രഷൻ, ഇമോഷണലി നമുക്കുണ്ടാവുന്ന ഡൗൺസ്, അതെല്ലാം നമുക്ക് ഒരു പരിധി വരെ ഈ കോൺസെൻട്രേഷൻ ചെയ്യുന്നതിലൂടെ ബ്രീത്തിങ് ടെക്നിക്സ് ഉപയോഗിച്ച് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് വഴി നമുക്കതൊക്കെ കുറയ്ക്കാൻ സാധിക്കും.